ഈ പുതിയ ആൾക്കാരെ ദുരുപയോഗം ചെയ്ത ഒരാളുണ്ട്. അത് ധർമ്മജനാണ്. പണ്ട് ധർമ്മജൻ സുന്ദരി സുന്ദരി എന്ന് പറഞ്ഞൊരു സീരിയൽ എഴുതുക, അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുക. ദിവസം 7 സീൻ വേണം. ഒരു ദിവസം ഒരു സീരിയൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ. ഇവൻ രാത്രി എന്തൊക്കെയോ തിരക്കഴിഞ്ഞ് പ്രോഗ്രാമും കഴിഞ്ഞ് വന്നിട്ട് ഒന്നും എഴുതിയിട്ടില്ല. രാവിലെ ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ എഴുതാം, പക്ഷെ 2 മണിക്കൂർ കിട്ടണം. 8 മണിക്ക് ഷൂട്ടിംഗ് തുടങ്ങും. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ കൃത്യം ഒരാൾ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു വേഷം തരണം എന്ന് പറഞ്ഞു. ധർമ്മൻ അപ്പം തന്നെ ഒരു കോംപ്ലിക്കേറ്റഡ് സീൻ ഇയാൾ പറയുമ്പോൾ ഇയാൾ പറഞ്ഞ അയാൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ശേഷം ഇയാൾ പറഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞൊരു സീൻ എഴുതിയിട്ട് ഈ പുതിയ ആൾക്കും കൊടുത്തു വിട്ടു. അയാൾ 2 മണിക്കൂർ നിന്ന് തെറ്റിച്ചു. ആ സമയം കൊണ്ട് ബാക്കിയുള്ളത് മുഴുവൻ എഴുതി ഉണ്ടാക്കി കൃത്യമായിട്ട്. ഈ ഇപ്പം ഇന്നസെന്റ് ഏട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാം. പേഴ്സണൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം പറഞ്ഞുതരാം. എനിക്ക് ജുബ്ബ ഒരു ഇന്ത്യക്കാരാണുങ്ങൾ ഇടുന്ന സാധാരണ വേഷമൊക്കെയാണ് നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് മലയാളികളിൽ ജുബ്ബ ഇട്ട് കാണാൻ ഇഷ്ടപ്പെടുന്ന, ജുബ്ബ ഇട്ടാൽ നല്ല ഫിനിഷിംഗ് ഉള്ള, ജുബ്ബ ഇട്ടാൽ ഏറ്റവും നന്നായി ചേരുന്ന 3 പേരേ ഉള്ളൂ ഇന്നസെന്റ് ഏട്ടാ. ആരൊക്കെയത്? ഒന്ന് KM മാണി സാർ, 2 ദാസേട്ടനാണ്. ദാസേട്ടനെ നമ്മൾ ജുബ്ബയിട്ട് കാണാറുള്ളൂ, നല്ലൊരു അഴകാണ്. 3ാമത് ഇന്നസെന്റ് ഏട്ടനാണ്. ചോദ്യം സത്യമല്ലേ? ശരി, ഇന്നസെന്റ് ഏട്ടൻ ജുബ്ബ, ഒരു സ്വർണമാല, കല്ല് പതിപ്പിച്ച ഒരു മോതിരം, ഗോൾഡൻ ഫ്രെയിമിന്റെ ഒരു കണ്ണട, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു കലാകാരനല്ല, വലിയൊരു ആക്ടറല്ല, വലിയൊരു പാട്ടുകാരനല്ല. അപ്പം നമ്മൾ എപ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഒരു ജുബ, അങ്ങനെ ഒരു മണിമാല, ഒരു ഗോൾഡൻ ഫ്രെയിം ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉള്ളത് വെച്ചിട്ട് വരുമ്പോൾ തന്നെ ആളുകൾ അയാളൊരു കലാകാരനാണെന്നേ എന്ന് പറയും. മനസ്സിലായില്ലേ? അതല്ല എന്നുള്ള ബോധം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഈ പണി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. സപ്പോർട്ടിന് വേണ്ടി എടുത്തിട്ടേക്കാണ്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. പിന്നെ വേറൊരു കാര്യം, ഈ ജുബയ്ക്ക് ഏതാണ്ട് നല്ല നീളമുണ്ട്. അപ്പൊ ഈ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന വല്ല തിരക്കിലൊക്കെ പെട്ട് ആരെങ്കിലും മുണ്ട് വലിച്ചുകൊണ്ട് പോയാലും ജുബ രക്ഷിക്കും. ജുബ നമ്മൾ അതുകൊണ്ട് ഞാനും ഒരു ജുബയാക്കുന്നതാണ് നല്ലത്. പൊതുവെ വേറെ കാര്യമുണ്ട്. ഒരുപാട് പേര് പറയും സ്ഥാനാർത്ഥികൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം, ചിരി അഭിനയിക്കണം എന്നൊക്കെ. പക്ഷെ സ്ഥാനാർത്ഥികളെക്കാളും അഭിനയിക്കുന്നവരാണ് വോട്ടർമാർ. അതറിയാവോ? അവരെല്ലാ സ്ഥാനാർത്ഥികളോടും ഒരേപോലെ വോട്ട് ചെയ്യാൻ സമ്മതിക്കും. അതിന്റെ അഭിനയില്ല. അപ്പൊ ചെയ്യണം കേട്ടോ. ചെയ്യാം, എന്നിട്ട് പറ്റിക്കുകയും ചെയ്യും. ഉറപ്പായിട്ട് ഇവിടെയുള്ള 7 വോട്ട് നിങ്ങൾക്ക് തന്നെയല്ലേ ഓക്കെ എന്ന് പറയും. ഒരു കാര്യമില്ല, ഇവർ ഏതോ ഒരാൾക്കേ ചെയ്യുള്ളൂ. പക്ഷെ അവർ 3 പേരെടുത്തും ഒരുപോലെ അഭിനയിക്കാൻ കഴിവുള്ളതാണ് ഓരോ. എന്റെ ഭാര്യ അതുപോലെ തന്നെ. ഭാര്യ ഏത് സ്ഥാനാർത്ഥി വന്നാലും പറയും വീടിന്റെ മുമ്മറത്തൊരു ഫ്ലെക്സ് വെക്കണേ, നിങ്ങളുടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് മസ്റ്റായിട്ട് പോണേന്ന് പറയും. ഞാൻ ആലോചിച്ചു ഇവർക്ക് എന്ത് ഇത്ര സ്നേഹം എല്ലാവരോടും. കുറച്ച് കഴിഞ്ഞാണ് പറയുന്നത്, എടാ മനുഷ്യ, നിങ്ങൾ കുറെ നാളായി ആ ബാത്റൂമിന്റെ വാതിൽ ശരിയാക്കാൻ പറഞ്ഞിട്ട് അവരൊരു ഫ്ലെക്സ് കൊണ്ട് വെച്ചാൽ അത് വെച്ചെങ്കിലും അത് അടയ്ക്കാല്ല എന്നുള്ള രീതിയിൽ പിന്നീടാണ്. ഞങ്ങളുടെ ഒരു ചേച്ചി സ്ഥാനാർത്ഥിയാകാൻ വോട്ട് ചോദിക്കാൻ ഒരു 5-6 പേര് കൂടെയാണല്ലോ എപ്പോഴും വരുന്നത്. അവരെ കൊണ്ടൊക്കെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ലക്ഷം തീരാറാകുമ്പോഴത്തേക്കും നല്ല സബ്സ്ക്രിപ്ഷൻ ആവും അവർക്ക്.